ഇന്നൊരു കുറുക്ക് കാളനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് സദ്യൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന ഒരു കാളൻ, കുറുക്ക് കാളൻ കേട്ടോ. ഒരു ചേനയും ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുള്ളൂ. അതുപോലെ ചെറിയൊരു പീസ് ഒരു അരക്കഷ്ണം കേട്ടോ നേന്ത്രക്കായ. ഇത് ചെറുതായിട്ട് ചിലവർ വലുതാക്കി കട്ട് ചെയ്യും കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലേട്ടോ കട്ട് ചെയ്യുന്നത്. ആദ്യം ചേന കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഒരു 1/2 ടീസ്പൂണ് നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3/4 വേവാണ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പ് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 2 വെളുത്തുള്ളി, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ചിലവർ വെളുത്തുള്ളി ചേർക്കില്ല, പക്ഷെ വെളുത്തുള്ളി ചേർത്ത് നല്ലൊരു ഫ്ലേവർ ഇട്ടിട്ടോ ഒന്ന് ചേർത്ത് നോക്കൊണ്ടു. എന്നിട്ട് അത് നമ്മൾ ഒരു 3/4 വേവാകുമ്പോൾ ഞാൻ നേന്ത്രക്കായ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് കാണിക്കാൻ മറന്നു, ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് അതും കൂടെ വെന്തിട്ട് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ട് അതും കൂടെ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത്ര ലൂസ് ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറുകി വരും കേട്ടോ. തൈര് നമ്മൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, ഇങ്ങനെ ഇളക്കി കൊടുത്ത്. എന്നിട്ട് നമുക്കതിൻ്റെ വറവിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഒരു 2 മണി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉലുവ ഇട്ടെടുത്ത് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. സദ്യൻ്റെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം അല്ലേ കാളൻ എന്ന് പറയണത്. എനിക്ക് ചേന ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. ചേന എനിക്ക് പെട്ടെന്ന് ഞാൻ വല്ലാതെ കഴിക്കാറില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതുപോലെ ചേന ഫ്രൈ ഒക്കെ കഴിക്കും, പക്ഷേ ചെറിയൊരു ഗ്യാസിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോരോ വിധമല്ലേ ഉണ്ടാക്കുന്നത്. ചിലവർക്ക് അരപ്പിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ചേർക്കുന്ന ചേരുവകൾ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്